സമ്മേളനത്തിന് ഏതിനും ഞാൻ നടന്നേ പോവുള്ളൂ ചെറുപ്പം മുതലേ ഒരു വാശിയാണ്. ജീവനുണ്ടെങ്കിൽ ഈ പാർട്ടിയല്ല വേറൊരു പാർട്ടി വിട്ട് ഞാൻ പോവുകയില്ല. ഈ സഖാവിനെ നമുക്കങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രശസ്തനാണ്. അദ്ദേഹം PK സുകുമാരൻ, ആലപ്പുഴ കരിപ്പുഴ സ്വദേശിയാണ്. ഇപ്പോൾ 92 വയസ്സായി. ഈ 92 വയസ്സിലും ഈ കടുത്ത ചൂടിൽ അദ്ദേഹം നടക്കുകയാണ്. അതേസമയം നമുക്ക് ഈ വേഷം കൊണ്ട് തന്നെ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കരുത്തും അദ്ദേഹത്തിൻ്റെ ഏത് രാഷ്ട്രീയമാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. അദ്ദേഹം ഒരു തൊഴിലാളിയൊക്കെ ആയിരുന്നു, ബിസിനസ്സുകാരനായിരുന്നു. പല വേഷങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ കഴിഞ്ഞാണ് ഇപ്പോൾ അദ്ദേഹം ഇതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം പല സംസ്ഥാന സമ്മേളനങ്ങളിലും ഇതുപോലെ തന്നെ കാൽനടയായിട്ടാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ അതൊരു വ്രതമാണ്, സ്വന്തം പാർട്ടിയോടുള്ള സ്നേഹമാണത്. സഖാവേ, നിങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ട് നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു? സമ്മേളനത്തിന് ഏതിനും ഞാൻ നടന്നേ പോവുള്ളൂ ചെറുപ്പം മുതലേ ഒരു വാശിയാണ്. ചെറുപ്പത്തിലെ പാർട്ടിയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നടക്കുന്ന. അപ്പോൾ എവിടെ ഒരു പരിപാടി വെച്ചാലും അവിടെ എത്തിയിരിക്കും. EMS മന്ത്രിസഭ 57 മുതൽ 57 എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം പറയാം. ഞാൻ അച്ഛനുമായിട്ട് തെറ്റിക്കഴിഞ്ഞ് പിന്നെ EMSൻ്റെ മന്ത്രിസഭ വന്നപ്പോൾ എന്നെ പിടിച്ചു കയറ്റി തല്ലി സമ്മേളനത്തിന് പോയതിന്. ഞാൻ പറഞ്ഞ എൻ്റെ തലമുഴുവനായിട്ട് ജീവനുണ്ടെങ്കിൽ ഈ പാർട്ടിയല്ല വേറൊരു പാർട്ടി വിട്ട് ഞാൻ പോവുകയില്ല. അതിനെന്നെ പിടിച്ചു കെട്ടി തല്ലി 1 മാസം കാലിന് നീരും വെച്ച് പഴുത്ത് കിടന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥലം വിട്ടു. പിന്നെ ഇപ്പം ഈ കുറച്ച് നാളെ ആളുകൾ ഇതിലേക്ക് വരാൻ തുടങ്ങിയിട്ട് വീട്ടിൽ കയറുകയില്ല. പിന്നെ കുറേയൊക്കെ ഓർമ്മക്കുറവുണ്ട് ഒത്തിരി. ഇപ്പം പഴയതുപോലെ ഓർമ്മ കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എന്നാലും കുറേയൊക്കെ ഓർക്കും. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തെ പറ്റിയൊക്കെ ഓർത്തേ നടക്കുകയുള്ളൂ. മുൻകാല സമ്മേളനങ്ങളെയൊക്കെ സഖാവ് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? പിന്നെ ആദ്യം പോകുന്ന ഞാനിവിടെ എല്ലാ സമ്മേളനം അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ. ആദ്യത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുന്ന് 64 പിളർന്നു. 64 ഞാൻ ഇടതുപക്ഷത്തായി. സഖാവിന് ഇപ്പോൾ ഈ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് പോവല്ലേ, ആ സമ്മേളനത്തിൽ പോകുമ്പോൾ അവിടെ ആരെയൊക്കെ കാണാൻ സഖാവ് നേരിട്ട് കാണുന്നുണ്ടോ? കാണണമെന്ന് വലിയ താല്പര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ സമ്മേളനത്തിന് അരിപ്പാട് വെച്ചായിരുന്നു. അതിന് ഞാൻ പോയി. അതിന് ചാനലുകാരൊക്കെ വന്ന് പിടിക്കുകയൊക്കെ ചെയ്തെന്നാണ് തോന്നുന്നത്. അവിടുന്ന് പിണറായിക്ക് പിന്നെ മൈത്തീരി കൊണ്ടുള്ള പൂച്ചണ്ടൊക്കെ ഞാൻ കൊടുത്തു. അങ്ങനെ ഓരോ കാര്യം ഇപ്പം ഈ സമ്മേളനത്തിന് പിന്നെ പോകുന്നത്. ഇനിയിപ്പം മധുരയ്ക്ക് പോകാനുള്ള പ്ലാനാണ്. മധുരയ്ക്ക് നടന്നു പോകണോ? അല്ല, അതും ബസ്സിനെ പോകുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ എവിടേക്കാണ്. അതിനും ബസ്സിന് 300 രൂപ മതി. ബുക്ക് ചെയ്തിട്ടാണ് പാർട്ടി കോൺഗ്രസിന് സഖാവ് പോകും. അഖിലേന്ത്യാ സമ്മേളനം പാർട്ടിയുടെ. അപ്പോൾ നമ്മുടെ PK സുകുമാരൻ, അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 92 വയസ്സാണെന്ന് ഓർക്കണം. ഇപ്പോഴും കാൽനടയായി പാർട്ടി സമ്മേളനത്തിന് പോകുന്നു. അത് സന്ദേശം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.